ഇൻഡിഗോ വിമാന സർവീസുകൾ താറുമാറായതിനു പിന്നാലെ വിമാന കമ്പനികൾ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പുതിയ നിരക്കുകൾ ഉൾക്കൊള്ളിച്ചുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ടിക്കറ്റ് റദ്ദാക്കിയവർക്ക് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. 500 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് പരമാവധി 7,500 രൂപ വരെയും 1000 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് 12,000 രൂപ വരെയും 1,500 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് 15,000 രൂപ വരെയും 1,500 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രയ്ക്ക് 18,000 രൂപ വരെയും മാത്രമേ ഈടാക്കാവൂ എന്ന് ഉത്തരവിലുണ്ട്. ഇന്നലെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ടിക്കറ്റുകളുടെ നിരക്ക് 50,000-ന് മുകളിൽ വരെ എത്തി. ഡൽഹി കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് നിരക്ക് 45,000 രൂപയായി ഉയർന്നു. ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് 48,000 രൂപയായി. സമാന രീതിയിൽ മറ്റിടങ്ങളിലേക്കും ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിൽ അധികമായാണ് വർദ്ധിപ്പിച്ചിരുന്നത്. ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ വലയുകയാണ് യാത്രക്കാർ. ജീവനക്കാരുടെ ക്ഷാമമാണ് ഇൻഡിഗോയുടെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ക്രൂ ഡ്യൂട്ടി ടൈം നടപ്പിലാക്കിയത് പൈലറ്റുമാരുടെ ക്ഷാമത്തിന് കാരണമായെന്നാണ് സൂചന. പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമം അനുവദിക്കുന്നതിനായി നിലവിൽ വന്ന ചട്ടമാണ് ക്രൂ ഡ്യൂട്ടി ടൈം. നവംബർ 1 മുതലാണ് ഇത് നടപ്പിലായത്. ചട്ടം പ്രാവർത്തികമാക്കുന്നതിൽ വിമാന കമ്പനികൾക്കുണ്ടായ വീഴ്ചകളിലേക്കാണ് നിലവിലെ പ്രതിസന്ധി വിരൽ ചൂണ്ടുന്നതെന്ന് പൈലറ്റുമാരുടെ സംഘടന ആരോപിക്കുന്നു. 3 ദിവസങ്ങളായി ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 550ഓളം സർവീസുകളാണ് റദ്ദാക്കിയത്. 100-ലേറെ വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തിയത്. ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത്. ഇൻഡിഗോയുടെ വിമാന സർവീസുകൾ വൈകുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു.